വർഗീയതയ്ക്കുമേൽ മതേതര സാഹോദര്യത്തിന്റെ വിജയമാണ് ഒരുപക്ഷെ താൽക്കാലിക വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന അകാരണമായി കുറ്റമൊന്നും ചെയ്യാതെ 9 ദിവസം ജയിലിൽ കിടന്ന സിസ്റ്റർമാരെ, സന്യാസിനിമാരെ ജാമ്യം അനുവദിച്ചത് വഴിയായി ലഭിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ. സ്വതന്ത്ര ഇന്ത്യയുടെ എല്ലാ ജനാധിപത്യ മതേതരത്വ വളർച്ചകളെയും ദുർബലമാക്കിക്കൊണ്ട് ഭരണകൂട പിന്തുണയിൽ ഹിന്ദുത്വ വർഗീയത ആർജിച്ച ഫാസിസ്റ്റ് കുതിപ്പിനെ മതേതര ഇന്ത്യ താൽക്കാലികമായെങ്കിലും വഴിയിൽ തടഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് അഭിമാനിക്കാം. കാരണം ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ മതമിളകിയ, ഞാൻ മതമിളകിയ എന്നല്ല പറയുന്നത്, മതമിളകിയ ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ, പേര് പറയാൻ എനിക്ക് മടിയില്ല, ജ്യോതി ശർമ്മ എന്ന ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ സംഘടന കള്ളക്കേസിൽ കുടുക്കിയ 2 കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, വർഗീയ ആൾക്കൂട്ടങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ന്യൂനപക്ഷങ്ങളുടെ മുഖം അടിച്ചു പൊളിക്കാൻ നാടുമിരങ്ങുന്നുണ്ട് ഇപ്രകാരമുള്ള വർഗീയ വിഷം ചീറ്റുന്ന സംഘടനകൾ എന്നുള്ളത് നമ്മളെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്നുണ്ട്. ഛത്തീസ്ഗഡില് കേരളം രാജ്യത്തിനൊരു സന്ദേശം കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. രാജ്യത്തിന്റെ മതേതര വീണ്ടെടുപ്പ് സാധ്യമാണ് എന്ന ഒരു സന്ദേശം. കാരണം ബജ്രംഗ് ദളിന്റെ ആൾക്കൂട്ട വിചാരണ ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്ത സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്ക് ബിലാസ്പൂരിലെ NIA കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അവിടെയും സാധാരണഗതിയിലുള്ള ജാമ്യ വ്യവസ്ഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാസ്പോർട്ട് കെട്ടിവെക്കണം, രാജ്യം വിടാൻ പാടില്ല, 2 പേരുടെ ജാമ്യം ആകണം, 50,000 രൂപ വീതം കെട്ടിവെക്കണം, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി 2 ആഴ്ചയിൽ ഒരിക്കൽ ഒപ്പുവെക്കണം എന്നിങ്ങനെയുള്ള ജാമ്യവാദികളൊക്കെ ഈ സഹോദരിമാർക്കുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, അകാരണമായി ഒരു കുറ്റവും ചെയ്യാതെ 9 ദിവസം ജയിലിൽ കിടന്ന ഈ ബഹുമാനപ്പെട്ട സഹോദരിമാർ അനുഭവിച്ച വേദനയ്ക്ക്, ശാരീരികമായും മാനസികമായും അനുഭവിച്ച പീഡനങ്ങൾക്ക് ആരുത്തരം പറയും? ഇവർ 2 പേരും നിരപരാധികളാണ് എന്ന് ഇന്നല്ലെങ്കിൽ നാളെ കോടതി തിരിച്ചറിയുകയും അത് വിളംബരം ചെയ്യുകയും ചെയ്യുമ്പോൾ ഇവരനുഭവിക്കുന്ന ഈ വേദനകൾക്ക് ആരാ ഉത്തരം പറയുക? അതുകൊണ്ട് തന്നെ ഈ ഇപ്രകാരമുള്ള ആൾക്കൂട്ട വിചാരണകൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് തന്നെയും പൂർണ്ണമായി റദ്ദാക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. FIR റദ്ദ് ചെയ്യണം. കാരണം ക്രൈസ്തവരായ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അവരുടെ രേഖകളൊന്നും സ്വീകരിക്കാൻ തയ്യാറാകാതെ, യാത്രയ്ക്ക് സംരക്ഷണം ഒഴുക്കാൻ തയ്യാറാകാതെ, ബജ്രംഗ് ദൾ എന്ന പേരുള്ള ഒരു വർഗീയ സംഘത്തിന്റെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വസംവദരായി പോലീസ് നിർബന്ധിതമായി അവരെ മതപരിവർത്തനം അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും അത് NIAയുടെ കീഴിലാക്കുകയും ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാല് പോലീസിനെയും സർക്കാർ സംവിധാനങ്ങളെയും നോക്കുകുത്തികളാക്കി സന്യാസിനിമാർക്കും കൂടെയുള്ളവർക്കും നേരെ ആക്രമണം അഴിച്ചുവിട്ട ജ്യോതി ശർമ്മ എന്ന സ്ത്രീക്കെതിരെ ഒരു പെറ്റി കേസ് പോലും എടുത്തിട്ടില്ല. അതേസമയം നിരപരാധികളായ 2 കന്യാസ്ത്രീമാര് കഴിഞ്ഞ 9 ദിവസങ്ങളിലായി ജയിലിലെ തറയിൽ കിടത്തപ്പെട്ടു. ഇതാണോ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ BJP ഗവൺമെന്റിന്റെ മുദ്രാവാക്യം എന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം ഛത്തീസ്ഗഡ് സംഭവത്തിന്റെ 1ാം അധ്യായം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് വേണം നമ്മൾ കരുതാൻ. താൽക്കാലിക ആശ്വാസത്തിനപ്പുറം ആഹ്ലാദിക്കാനായിട്ടില്ല. കാരണം വർഗീയവാദികളുടെ തോന്നിയാസങ്ങൾക്കും സമൂഹ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വഴങ്ങി റെയിൽവേ പോലീസ് എടുത്ത കേസ് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ നിഴലിലാക്കി NIAയുടെ കോടതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടും കേന്ദ്ര മന്ത്രിസഭയോടും ഗവൺമെന്റിനോടും ഛത്തീസ്ഗഡ് ഗവൺമെന്റിനോടും ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, ഭരണഘടനയോട് എന്തെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ ഈ കേസ് റദ്ദാക്കുകയും അതോടൊപ്പം തന്നെ നഗ്നമായ വർഗീയ അതിക്രമം നടത്തിയവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കുകയുമാണ് വേണ്ടത് എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. അതല്ലെങ്കിൽ
പാകിസ്ഥാനിലെ ഹിന്ദു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്നതിന് സമാനമായ സ്ഥിതിവിശേഷം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ തീവ്ര ഹിന്ദുത്വ സംഘടനകളിൽ നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെയൊക്കെ മുൻപിൽ നിൽക്കുകയല്ലേ. അതുകൊണ്ട് തന്നെയും ഈ സന്യാസിനിമാർക്ക് എതിരെ എടുത്തിരിക്കുന്ന കേസ് ക്വാഷ് ചെയ്യണമെന്നും അതോടൊപ്പം വർഗീയ ആൾക്കൂട്ട വിചാരണ നടത്തിയ സംഘടനയ്ക്കും ബജ്രംഗ് അവരുടെ പ്രവർത്തകർക്കെതിരായും നേതാക്കന്മാർക്കെതിരായും കേസെടുത്ത് മാതൃകാപരമായ ശിക്ഷിക്കുന്ന നടപടി ഉണ്ടാകണം. മുൻപോട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് പറയുക, ഈ സന്യാസിനിമാർ അംഗങ്ങൾ ഇരിക്കുന്ന ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ASMI സന്യാസിനി സഭയുടെ മേലധികാരികളായും അതുപോലെ CBCI തുടങ്ങിയ ഞങ്ങളുടെ മെത്രാൻ സമിതികളുമായും അതുപോലെ റായ്പൂർ ആർച്ച് ബിഷപ്പുമായും മെത്രാസന മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ തീർച്ചയായും കൂടാലോചനകൾക്ക് ശേഷം അഭിഭാഷകരുമായി സംസാരിച്ച് മുന്നോട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.